നല്ല പഞ്ഞി പോലെ ഒരു പലഹാരം, ഉള്ളിലാണെങ്കിലോ നല്ല ക്രീമി ആയിട്ടുള്ള ചിക്കനും. ഈ ഒരു റെസിപ്പി നിങ്ങൾ ഇതിനു മുമ്പേ കണ്ടിട്ടുണ്ടോ, കഴിച്ചിട്ടുണ്ടോ? അപ്പോൾ ഇല്ലെങ്കിലും ആയോ. ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഈ ഒരു റെസിപ്പിക്കായിട്ട് ഒരു ബൗളിലേക്ക് ഒരു 3/4 കപ്പ് പാലൊഴിച്ച് കൊടുക്കുക. ഇതിലേക്ക് 1 സ്പൂൺ ഈസ്റ്റും 2 സ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കലക്കി മിക്സ് ചെയ്തിട്ട് ഒരു 2-3 മിനിറ്റ് ഒന്ന് മാറ്റി വെക്കുക, ഒന്ന് പൊന്തി വരാനായിട്ട്. വേറൊരു ബൗളിലേക്ക് 2 കപ്പ് മൈദയും ഒരു ഇത്തിരി ഉപ്പും ഈ ഒരു സമയം കൊണ്ട് ഫെർമെൻ്റായി വന്നിട്ടുള്ള ആ ഒരു ഈസ്റ്റിൻ്റെ മിക്സും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. ചപ്പാത്തി മാവിനേക്കാളും കുറച്ചും കൂടി ലൂസായിട്ട് വേണം കുഴച്ചെടുക്കാനായിട്ട്. ഇനി ആവശ്യമുണ്ടെങ്കിൽ വെള്ളമോ പാലോ ഒക്കെ ചേർത്ത് കൊടുക്കുക. ഇനി ഇത് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കണം. കുറച്ച് ഓയിലൊക്കെ ബ്രഷ് ചെയ്ത് കൊടുത്തിട്ട് ഒരു 1-2 മണിക്കൂറിനുള്ളിൽ നന്നായിട്ട് പൊന്തി വന്നോളൂ. ഇനി ഒരു ബൗളിലേക്ക് കുറച്ച് തേങ്ങയും ഇഞ്ചിയും വെളുത്തുള്ളിയും പിന്നെ കുറച്ച് മല്ലിയിലയും ഒരു പച്ചമുളകും കുറച്ച് വിനാഗിരിയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് ഒന്ന് ചതച്ചെടുക്കുക. നമ്മുടെ ചമ്മന്തിയൊക്കെ ഉണ്ടല്ലോ, ആ ഒരു പരുവത്തിൽ ചതച്ചെടുത്താൽ മതി. ഇനി ഒരു ബൗളിലേക്ക് ഞാൻ കുറച്ച് മയണൈസും പിന്നെ കുറച്ച് ചിക്കൻ ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് വേവിച്ചിട്ട് അതും കൂടി എടുത്തിട്ടുണ്ട്. ഈ ഒരു സമയം കൊണ്ട് നമ്മുടെ മാവ് നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട്. ഇനി നന്നായിട്ട് ഒന്നും കൂടെ കുഴയ്ക്കുക. പിന്നെ ചെറിയ ഉരുളകളാക്കിയിട്ട് ഉരുട്ടിയിട്ട് മാറ്റി വെക്കുക. ഒരു നനഞ്ഞ തുണി കൊണ്ട് എപ്പോഴും കവർ ചെയ്ത് വെക്കണം, ഇല്ലെങ്കിൽ ഇത് ഉണങ്ങിപ്പോവും. പിന്നെ കുറച്ച് പൊടിയൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഓരോ ഉരുളയും ഒന്ന് പരത്തിയെടുക്കുക. ഏകദേശം ഈ ഒരു തിക്നെസ്സിൽ പരത്തിയെടുത്താൽ മതി. ഇനി അതിന് നടുവിലായിട്ട് കുറച്ച് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ചമ്മന്തിയും ചിക്കനും മേലെ മയണൈസും കൂടി വെച്ചെടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതിൻ്റെ സെൻറ്ററിലേക്ക് വരുന്ന രീതിയിൽ ഇതുപോലെ ഒന്ന് കൂട്ടി കൊടുത്താൽ മതി. മേലെ ഇതുപോലെ പരത്തിയെടുത്ത് ഒരു ചപ്പാത്തി ഇല്ലെങ്കിൽ ആ ഒരു മാവും കൂടി വെച്ച് കൊടുക്കുക. ഇതുപോലെ അമർത്തിയ ശേഷം ഞാനൊരു കുക്കി കട്ടർ വെച്ചിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുകയാണ്. ഇനി അതില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും പാത്രത്തിൻ്റെ അടപ്പൊക്കെ വെച്ചിട്ട് ഒന്ന് അമർത്തി കൊടുത്താലും മതി. എന്നിട്ട് ബാക്കി ഭാഗം ഇതുപോലെ ഒന്ന് റിമൂവ് ചെയ്താൽ മതി. ഇനി ഇത് ചെറിയ ചൂടിലുള്ള എണ്ണയിലിട്ടിട്ട് വേണം തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ടൊന്ന് പൊരിച്ചെടുക്കാൻ. ഞാൻ ഈ ഒരു 2 ഷേപ്പിലും ഇത് ഉണ്ടാക്കിയിട്ടുണ്ട്, 2 ഷെയ്ഡിലും ഉണ്ടാക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഗോൾഡൻ ബ്രൗൺ ആക്കാം, അതല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് ലൈറ്റ് ഷെയ്ഡിലായിട്ടും ഇതുപോലെ പൊരിച്ചെടുത്താൽ മതി. നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണെങ്കിൽ നല്ല ക്രീമി ആയിട്ടുള്ള ചിക്കനും ഉണ്ടാവും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ.